കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 2 കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മൾ 2 വേരിയബിൾസിന്റെ കേസ് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് 2 വേരിയബിൾ ഒരു വേരിയബിളും കൂടെ അധികമായി വന്നാലും നമ്മൾ ആ വേരിയബിളും കൂടെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, മറ്റ് 2 വേരിയബിൾസും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സിമ്പിൾ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻസിലൂടെ ആൻസർ എന്താണെന്ന് പറയാം. If f of x y t equal to minus 4 into e raised to 3 pi t cos 4x sin 6y, find partial derivatives of f with respect to x, y and t. അതായത് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എത്ര വേരിയബിൾസ് ഉണ്ട്? 1, 2, 3. അതായത് ഈ ഫംഗ്ഷൻ നോക്കുക, നിങ്ങൾ t വരുന്നുണ്ട്, x വരുന്നുണ്ട്, y വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോന്നിലും വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും വിത്ത് റെസ്പെക്ട് ടു ടിയിലും നമുക്ക് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാം. നമ്മളിപ്പം എക്സിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വൈയും ടീനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വൈയിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സിനെയും ടീനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. ടിയിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സിനെയും വൈനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യാന്ന്. സൊല്യൂഷൻ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ടി. നമുക്ക് തന്ന ഫംഗ്ഷൻ ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 e raised to 3 pi t cos 4x sin 6y. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമുക്ക് ഫൈൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം എക്സിലാണ് ചെയ്യുന്നത്. അതായത് ഡിഫറൻഷിയേറ്റ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് considering y and t as constants. ബാക്കി 2 വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാമല്ലോ. ഡോ എഫ് ബൈ ഡോ എക്സ്. നിങ്ങൾ എഫ് എക്സ് എന്ന് എഴുതിയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളിതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റൻസ്, ബാക്കിയുള്ള എല്ലാ വേരിയബിൾസിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. cos 4x മാത്രമേ നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻസിനൊക്കെ ഇങ്ങനെ തന്നെ എഴുതാണ്. -4 e raised to 3 pi t, അതുപോലെ തന്നെ sin 6y. ഇനി cos 4xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin 4x ഇൻറ്റു 4 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നത് ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4 × 4 16 വരും. e raised to 3 pi t sin 6y sin 4x. ദിസ് ഇസ് ദ ആൻസർ. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം അല്ലേ. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഞാൻ ആ ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതുന്നുണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. എഫ് ഓഫ് എക്സ് വൈ ടി ഈക്വൽ ടു -4 × e raised to 3 pi t cos 4x sin 6y അല്ലേ. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കിനി സെക്കൻഡ് വേരിയബിൾ, അതായത് ഡോ എഫ് ബൈ ഡോ വൈ. അപ്പം നമ്മൾ പറഞ്ഞു വൈയിലുള്ള ടേംസിനെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഇതിൽ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -4 × e raised to 3 pi t cos 4x അങ്ങനെ തന്നെ എഴുതി. ഇനി y ഉള്ള ടേമാണ് sin 6y. അപ്പോൾ sin 6yയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos 6y × 6. ഇതിൻ്റെ ആൻസർ എന്താ വരിക? -6 × -4 എന്ന് പറഞ്ഞാൽ -24. ഓക്കെ, -6y cos 6y എന്നില്ലേ ക്വസ്റ്റ്യനിൽ? sin 6y അല്ലേ. ഓക്കെ, അപ്പോൾ 6 × 4 24 e raised to 3 pi t cos 4x cos 6y. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി നമ്മൾ ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ ടി. ഡോ എഫ് ബൈ ഡോ ടി വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഇതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ, ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻസിനൊക്കെ ഞാൻ ആദ്യമേ എഴുതി വെക്കുകയാണ് കേട്ടോ. -cos 4x × sin 6y ഇൻറ്റു ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്?
മൈനസ് 4 മൈനസ് 4 ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇ റേസ് ടു 3 പൈ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു 3 പൈ ടി ഇൻറ്റു പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 പൈ ടിയുടെ ഡെറിവേറ്റീവ് 3 പൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ മൈനസ് 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് മൈനസ് 12 പൈ കോസ് 4x സൈൻ 6y ഇ റേസ് ടു 3 പൈ ടി. ദിസ് ഈസ് ദ ആൻസർ. ഇങ്ങനെയാണ് നമ്മളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് മോർ ദാൻ 2 വേരിയബിൾസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് fx, fy, fz if f of xyz equal to log of x plus 2y plus 3z. ഓക്കെ, നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടുപിടിക്കണം. അതിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം സൊല്യൂഷൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2y പ്ലസ് 3z. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അതിന് വേറൊരു നൊട്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ എക്സ് ആണ് വരിക. എക്സിന് പകരം ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് 2y പ്ലസ് 3z. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, 2yയുടെ ഡെറിവേറ്റീവ് 0 ആണ്, 3zൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കാരണം നമ്മളിവിടെ എക്സിലാണ് ചെയ്യുന്നത്. വൈയുടെ സെഡിൻ്റെ ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? ഇവിടെ 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ fy കണ്ടുപിടിക്കാം. ഞാൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഒന്നും കൂടെ എഴുതുന്നുണ്ട്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് ലോഗ് ഓഫ് എക്സ് പ്ലസ് 2y പ്ലസ് 3z എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ വൈ. ഇതിന് നമുക്ക് തന്നിരിക്കുന്ന നൊട്ടേഷൻ എഫ് വൈ എന്നാണ്, അത് എഴുതി. ഇനി ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 2yയുടെ ഡെറിവേറ്റീവ് 2 പ്ലസ് 3zൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇതിങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുട്ടികളുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എടുത്ത് എഴുതിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 2 എന്ന് വരും അല്ലേ. 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z. അതുപോലെ നമുക്കിനി ഡോ എഫ് ബൈ ഡോ സെഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇൻറ്റു ഇനി ഈ ഒരു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ചെയ്യുന്ന കാരണം 3zൻ്റെ ഡെറിവേറ്റീവ് 3 ആണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y പ്ലസ് 3z എന്ന് കിട്ടും. ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ, പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മോർ ദാൻ 2 വേരിയബിൾസും നിങ്ങൾ പ്രോബ്ലംസ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ 4 വേരിയബിൾസ് വന്നാലും 5 വേരിയബിൾസ് വന്നാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഹയർ ഓർഡേഴ്സ് ആണ് പറയാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.